ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ദളപതി വിജയ് തൻ്റെ കരിയർ തുടങ്ങിയ കാലം മുതൽ ഇപ്പോൾ ലിയോ എന്ന സിനിമ വരെ എത്ര പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അത് ഏതൊക്കെ പടമാണെന്നും അത് എന്ന് റിലീസായതാണെന്നും ഒക്കെ ഒരു പരിധിവരെ തെറ്റിക്കാതെ പറയാൻ സാധിക്കും. എന്നാൽ ദളപതി വിജയ് തൻ്റെ കരിയറിൽ തന്നെ വലിയ വിജയമായി മാറാൻ സാധ്യതയുണ്ടായിരുന്ന ചില സിനിമകൾ അദ്ദേഹം ഉപേക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ദളപതി വിജയ് ഉപേക്ഷിച്ച 5 ബ്ലോക്ക് ബസ്റ്റർ സിനിമകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എല്ലാവരും ഒന്ന് പരിഗണിക്കും. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സിനിമ ഗൗതം വാസുദേവ മേനോൻ ദളപതി വിജയനെ നായകനാക്കി 2012 ഡയറക്റ്റ് ചെയ്യാനിരുന്ന സിനിമയാണ്. യോഹാൻ അധ്യായം 1 എന്നായിരുന്നു ഈ സിനിമയ്ക്ക് അന്ന് പേര് നൽകിയിരുന്നത്. 1.5 കൊല്ലങ്ങൾക്ക് മുമ്പേ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള ചർച്ചകളും ബാക്കി കാര്യങ്ങളും എല്ലാം നടത്തി വന്നതായിരുന്നു. പൂർണ്ണമായിട്ടും ഈ സിനിമയുടെ ചിത്രീകരണം അമേരിക്ക, ന്യൂസിലാൻഡ്, ഫ്രാൻസ് എന്നിവിടങ്ങളിലായിരുന്നു നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. ഒരു പ്ലെയിൻ ക്രാഷിൽ വെച്ച് നായകന് തൻ്റെ കാമുകയെ നഷ്ടപ്പെടുന്നു. ഈ സംഭവത്തിന് കാരണക്കാരായ ആളുകളെ തേടി നായകൻ അമേരിക്കയിൽ എത്തുകയും അവിടെ വെച്ച് പിന്നീട് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ ഒരു വൺ ലൈൻ പ്ലോട്ട്. എന്നാൽ പൂർണ്ണമായിട്ടും ഈ സിനിമ വിദേശത്ത് ചിത്രീകരിക്കാനിരുന്ന സിനിമ ആയതുകൊണ്ടും തമിഴിലുള്ള മറ്റ് താരങ്ങൾക്ക് ഈ സിനിമയിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുകൊണ്ടും ദളപതി വിജയ് ഈ സിനിമയിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. കൂടാതെ തമിഴ് ഭാഷയ്ക്ക് ഈ സിനിമയിൽ വലിയ പ്രാധാന്യമില്ലാത്തതുകൊണ്ട് തമിഴ് ഓഡിയൻസിന് ഈ സിനിമ ഇഷ്ടപ്പെടുമോ എന്ന സംശയവും ദളപതിക്ക് അന്നുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഷൂട്ട് തുടങ്ങാൻ 10 ദിവസം മാത്രം ബാക്കി നിൽക്കെ ദളപതി വിജയ് ഈ സിനിമയിൽ നിന്നും പിന്മാറുകയാണ് ചെയ്തത്. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ സിനിമ ധരണിയുടെ സംവിധാനത്തിൽ 2003 ചിയാൻ വിക്രവും ജ്യോതികയും ഒന്നിച്ച ധൂൾ എന്ന സിനിമയാണ്. ധരണി ആദ്യമായി ഈ സിനിമയുടെ കഥയുമായി ചെന്നത് ദളപതി വിജയുടെ അടുത്തായിരുന്നു. എന്നാൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് പകുതി കേട്ടപ്പോഴേക്കും അണ്ണന് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് ദളപതി വിജയ് ഉപേക്ഷിച്ച ഈ സിനിമ ചിയാൻ വിക്രത്തിൻ്റെ അടുത്തേക്ക് എത്തി. അങ്ങനെ 2003 ധൂൾ എന്ന സിനിമയും അതേ വർഷം അണ്ണൻ അഭിനയിച്ച വസീകര എന്ന സിനിമയും ഒരുമിച്ച് റിലീസ് ചെയ്തു. അങ്ങനെ വസീകര എന്ന സിനിമ പൊട്ടി പാളീസാവുകയും ധൂൾ എന്ന സിനിമ വലിയ വിജയമായി മാറി തീരുകയും ചെയ്തു. വിജയ് ഈ സിനിമ കണ്ട ഉടൻ തന്നെ ധരണിയെ വിളിച്ച് ചോദിച്ചിരുന്നു, നിങ്ങൾ അന്ന് എന്നോട് പറഞ്ഞ കഥയല്ലല്ലോ ഇതെന്ന്, ഇത് വേറെ കഥയാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ ധരണി ദളപതിയോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അന്ന് സാറ് പറഞ്ഞതനുസരിച്ച് ഞാൻ കഥയിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു. എന്നാൽ അപ്പോഴേക്കും സാർ മറ്റൊരു പ്രോജക്റ്റ് സൈൻ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് ഞാൻ ഈ കഥയുമായി സാറിൻ്റെ അടുത്തേക്ക് വരാതിരുന്നത്. എന്നാൽ പിന്നീട് ദളപതി വിജയനെ തന്നെ നായകനാക്കി ധരണി മറ്റൊരു സിനിമ ഡയറക്റ്റ് ചെയ്തു, ഗില്ലി എന്ന സിനിമ ഒരുപക്ഷെ തുപ്പാക്കി എന്ന സിനിമയ്ക്ക് മുമ്പേ തന്നെ അണ്ണൻ്റെ കരിയറിലെ മറ്റൊരു വിജയം തന്നെയായിരുന്നു. ഗില്ലി എന്ന സിനിമ ഇപ്പോഴും എല്ലാ സിനിമാ പ്രേമികൾക്കും ഓൾ ടൈം ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു മൂവിയാണ്. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ സിനിമ ഗൗതം മേനോൻ യോഹാൻ എന്ന സിനിമയ്ക്ക് മുമ്പേ നമ്മുടെ ദളപതിക്ക് വേണ്ടി എഴുതി തയ്യാറാക്കിയ ഒരു സ്റ്റോറിയായിരുന്നു. 2003 സൂര്യ നായകനായി പുറത്തിറങ്ങിയ കാക്ക കാക്ക എന്ന സിനിമയാണിത്. ഒരുപക്ഷെ സൂര്യ എന്ന നടൻ്റെ കരിയറിൽ തന്നെ വലിയ വിജയമായി മാറി തീർന്ന ഒരു സിനിമ. അൻപ് ശിവം IPS എന്ന പോലീസുകാരൻ്റെ വേഷത്തിലായിരുന്നു സൂര്യ ഈ സിനിമയിൽ എത്തിയത്. ജ്യോതികയായിരുന്നു ഈ സിനിമയിൽ സൂര്യയ്ക്ക് നായികയായി വന്നത്. ചുരുക്കത്തിൽ GVM ഈ സ്റ്റോറി ആദ്യം എഴുതിയത് ദളപതിക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ ദളപതിയോട് GVM ഈ കഥ പറയുന്ന സമയത്ത് സിനിമയുടെ 75% സ്ക്രിപ്റ്റ് മാത്രമേ കംപ്ലീറ്റ് ആക്കിയിരുന്നുള്ളൂ. പൊതുവെ അണ്ണൻ ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് മുഴുവൻ വായിച്ചു കേട്ട് അതിനെക്കുറിച്ച് ശരിക്കും ആലോചിച്ചതിന് ശേഷം മാത്രമേ ഓക്കെ പറയാറുള്ളൂ. ഈ കാരണം കൊണ്ട് തന്നെ സ്ക്രിപ്റ്റുമായി വന്ന GVMനെ കഥ മുഴുവൻ പൂർത്തിയാക്കിക്കൊണ്ടുവരൂ, എന്നിട്ട് നമുക്ക് സിനിമ ചെയ്യാം എന്ന് പറഞ്ഞ് ദളപതി പറഞ്ഞു വിട്ടു. എന്നാൽ കഥ മുഴുവൻ കംപ്ലീറ്റ് ആക്കി കൊണ്ടുവന്നപ്പോഴേക്കും ദളപതി മറ്റ് 2 സിനിമകൾ കൂടി സൈൻ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ സിനിമ സൂര്യയുടെ അടുത്ത് എത്തിയത്. നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ സിനിമ 1999 ശങ്കർ ഡയറക്റ്റ് ചെയ്ത് അർജുൻ സർജ നായകനായി എത്തിയ മുതൽവൻ എന്ന സിനിമയാണ്. ഒരു സാധാരണക്കാരനായ പത്രക്കാരൻ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. പിന്നീട് അവിടെ വെച്ച് അവർ തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടാവുകയും തുടർന്ന് നായകനെ ഒരു ദിവസത്തേക്ക് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാക്കുകയും പിന്നീട് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ ഒരു വൺ ലൈൻ പ്ലോട്ട്. ശങ്കർ ഈ പ്രോജക്റ്റുമായി ആദ്യം ചെന്നത് ദളപതി വിജയുടെ അടുത്താണ്. എന്നാൽ ശങ്കറിന് പകരം ദളപതി വിജയുടെ അടുത്ത് ഈ കഥ പറയാൻ പോയത് ശങ്കറിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. വിജയ്ക്ക് പകരം ഈ കഥ കേട്ടത് വിജയുടെ അച്ഛനാണ്. പിന്നീട് അവിടെ വെച്ച് ഇവർ തമ്മിൽ എന്തൊക്കെയോ തർക്കങ്ങൾ ഉണ്ടാവുകയും വിജയ് ഈ സിനിമ ചെയ്യില്ല എന്ന് വിജയുടെ അച്ഛൻ ശങ്കറിനെ വിളിച്ച് പറയുകയുമാണ് ചെയ്തത്. അങ്ങനെ ഒരു ചെറിയ വാക്ക് തർക്കത്തിൻ്റെ പേരിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയമായി തീർന്ന മുതൽവൻ എന്ന സിനിമ ദളപതിക്ക് നഷ്ടമായി. നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സിനിമ 2005 പുറത്തിറങ്ങിയ സണ്ടക്കോഴി എന്ന സിനിമയാണ്. വിശാലിനെ നായകനാക്കി ലിംഗസ്വാമിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വിജയുടെ അടുത്തായിരുന്നു ആദ്യം ലിംഗസ്വാമി കൊണ്ടുചെന്നത്. വിജയ് ഈ സിനിമ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് പുള്ളിനെ പറഞ്ഞു വിട്ടു. കാരണം ഈ സിനിമയിൽ നായകനേക്കാൾ കൂടുതൽ പ്രാധാന്യം നായകൻ്റെ അച്ഛനാണെന്നാണ് വിജയ് പറഞ്ഞ റീസൺ. അങ്ങനെ ചില മാറ്റങ്ങളൊക്കെ വരുത്തി ഈ സിനിമ വിശാലിൻ്റെ അടുത്ത് ചെന്നു. വിശാൽ എന്ന നടനെ തമിഴ് സിനിമയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും വലിയ സിനിമയായിരുന്നു സണ്ടക്കോഴി എന്ന സിനിമ. സണ്ടക്കോഴി എന്ന സിനിമ ഇറങ്ങി 12 വർഷങ്ങൾക്ക് ശേഷം പടത്തിന് ഒരു സെക്കൻഡ് പാർട്ട് വന്നിരുന്നു.
ആദ്യ ഭാഗത്തിൻ്റെ അത്രയ്ക്ക് വന്നില്ലെങ്കിലും സെക്കൻഡ് പാർട്ടും അത്യാവശ്യം വലിയൊരു വിജയമായി തീർന്ന സിനിമ തന്നെയായിരുന്നു. അപ്പോൾ ദളപതി വിജയുടെ കരിയറിൽ നടക്കാതെ പോയ ഈ 5 സിനിമകളിൽ ഏത് സിനിമയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ നഷ്ടമായി തോന്നിയതെന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ.